ഇന്ന് ജൂലൈ 31, പ്രേംചന്ദ് ജയന്തി. ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത നോവലിസ്റ്റും കഥാകാരനുമായി അറിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു പ്രേംചന്ദ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ധനപത് റായ് ശ്രീവാസ്തവ എന്നായിരുന്നു. എന്നാൽ ഹിന്ദി സാഹിത്യ രംഗത്ത് പ്രേംചന്ദ് എന്ന തൂലിക നാമം അദ്ദേഹം സ്വീകരിച്ചു. ആദ്യം ഉറുദുവിൽ അദ്ദേഹം നവാബ് റായ് എന്ന പേരിലും രചനകൾ നിർവഹിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ ലംഹി എന്ന ഗ്രാമത്തിൽ 1880 ജൂലൈ 31 പ്രേംചന്ദ് ജനിച്ചത്. പ്രേംചന്ദിന്റെ രചനകൾ പ്രധാനമായും ഗ്രാമീണ ജീവിതം, സാമൂഹ്യ അനീതികൾ, ദാരിദ്ര്യം, വ്യവസ്ഥാപിത പുരാതന ചിന്തകൾ എന്നിവയെക്കുറിച്ചുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഗോദാൻ, ഗബൻ, കഫൻ, മാനസരോവർ എന്നിവയാണ്. പ്രേംചന്ദിന്റെ രചനകൾ ഹിന്ദി സാഹിത്യത്തിന് ഒരു പൊൻവിളക്ക് പോലെ നിലകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ സാഹിത്യത്തിൽ ആധികാരികമായ ഒരു ഗ്രാമീണ ഗന്ധം കാണാം. സാധാരണ ജനങ്ങളുടെ ജീവിതം, അവരെ ബാധിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, അവർക്കിടയിൽ പടരുന്ന അനീതികൾ തുടങ്ങിയവയെക്കുറിച്ചാണ് പ്രേംചന്ദ് എഴുതിയിരുന്നത്. സാധാരണ ജനങ്ങളുടെ വേദന, അവർ നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എന്നിവ പ്രേംചന്ദിന്റെ രചനകളിൽ ഹൃദയസ്പർശിയായി പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രേംചന്ദിന്റെ സംഭാവന ഇന്ത്യക്ക് സാമൂഹികമായും സാഹിത്യപരമായും വലിയ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹത്തിന്റെ രചനകൾ ജനങ്ങളെ ഉണർത്തുകയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പ്രേംചന്ദ് എഴുത്തുകാരന്മാരുടെ ഒരു തലമുറയെ പ്രചോദിപ്പിച്ചു. 1936 ഒക്ടോബർ 8 പ്രേംചന്ദ് അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും ആധുനിക സമൂഹത്തിൽ പ്രസക്തമാണ്. ജനങ്ങളെ ഉണർത്താനും അവർക്ക് പ്രബോധനം നൽകാനും അവരുടെ ജീവിതത്തെ ആഴത്തിൽ തിരഞ്ഞെടുക്കാനും പ്രേംചന്ദിന്റെ രചനകൾ സഹായിക്കുന്നു. അദ്ദേഹം ഇന്നും വായനക്കാരുടെ മനസ്സിൽ ജീവിക്കുന്നു. हंसते हंसते समझाते थे, दुखों को भी कम करते थे, उनकी कहानियों में हमको नई दिशा दिखाते थे. प्रेमचंद, प्रेमचंद.